ഹലോ ഗായ്സ്, ഹായ്, എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഈവനിങ് ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞ് പർച്ചേസിന് ഭാഗമായിട്ട് ഞങ്ങളിന്ന് നെസ്റ്റോയിൽ പോയതാണ്. നെസ്റ്റോയിൽ കുറേ നെസ്റ്റോ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്ത നെസ്റ്റോ ഇവിടെ ഗോകുലം മോളിലാണ് എടുത്ത് പോരാം. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് ഓട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അങ്ങനെ തെരച്ചിലാണ്. ഓറഞ്ച് ഉണ്ട്, പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വാങ്ങണം, അപ്പോൾ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തൊക്കെയൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജന്നൻ്റെ കണ്ണിൽ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്. പുള്ളിക്കാരി ഓരോ സാധനം എടുത്ത് തന്നെ നോക്കുന്നുണ്ട്, ആടെ തിരിച്ചവിടെ വെക്കുന്നുണ്ട്. സമാധാനം എടുക്കുന്നില്ലല്ലോ. അങ്ങനെ ആശ്വസിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ട്രോബെറി ഒക്കെ ഉണ്ട്. അന്നപ്പോൾ നോക്കുമ്പോൾ റേറ്റ് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എടുക്കാതിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെയും പുള്ളിക്കാരി ജ്യൂസിനടുത്തേക്ക് തന്നെ പോയി. അന്നപ്പോൾ ജ്യൂസിൻ്റെ ചുറ്റി കളിച്ചെനിക്ക് തോന്നി അത് എന്തെങ്കിലും വാങ്ങണ്ടാവുന്നു. അപ്പോൾ തിരിച്ച് കൈ കൊണ്ടൊക്കെ ഇത് എടുക്കട്ടെ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട്. പാവോ, ഞാൻ പറഞ്ഞാൽ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് സാധനമാണ്, ഏതോ ഒരു ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ്. പിന്നെ നമ്മൾ പോയത് ഓട്സിനടുത്തേക്ക്. അതാ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സാധനം വന്ന് ഒന്നല്ല രണ്ട്, ഇനിയിപ്പോൾ ഒരു 2 മാസത്തേക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ട്. നമ്മളന്ന് വാങ്ങി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, അത് അവിടെ നട്ട് റോഡിൽ നിന്ന് കുടിക്കുന്ന മാതിരി ആടെ നിന്ന് കുടിച്ച് വല്ലാത്ത സാധനം കണ്ടോ. എന്നിട്ട് കുടിച്ചിട്ട് അവിടെ ഇതൊക്കെ കുറച്ച് തുകയൊക്കെ ചെയ്തൊക്കെ ഇട്ടിടും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് ഒന്നും വാങ്ങിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കുക, തിരിഞ്ഞെടുക്കുക. ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെയും കാണുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു സ്ഥലത്തെത്തി. ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഞാൻ സീതപ്പ എന്ന് പറഞ്ഞു, പക്ഷെ ബാക്കി വേറെ സ്ഥലങ്ങളിൽ ആത്തച്ചക്കാന്ന് ഇതിലും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് ഫൈറ്റൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ അതങ്ങ് വിട്ട് ഞാൻ ഓക്കെ എന്ന് വിട്ട് കൊടുത്ത്, എന്നാൽ ശരി അതങ്ങനെ തന്നെയാണെന്ന് വെച്ച്. പിന്നെ ഞങ്ങൾ മൈൻഡൊക്കെ മാറി. പിന്നെ ഞങ്ങൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയി നോക്കി. അന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സലാഡ് യൂസ് ചെയ്യാനും പിന്നെ കുറച്ച് ഒനിയൻ സ്പ്രിങ് ഒനിയൻ വാങ്ങിയാലോ. അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ അവൾ ഓരോരോ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതെടുക്കട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടോന്ന് വെറുതെ പറയുകയാണ്. പക്ഷേങ്കിൽ ഒന്നല്ല 2 സ്ട്രോബെറിയൊക്കെയാണ് എടുത്തിടുന്നത്. ഞാനെല്ലാം കൂടെ തീരുമാനമായല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നോക്കുമ്പോൾ അടുത്ത ഡേറ്റ്സിന് എടുക്കാൻ പോകുന്നു. അന്നപ്പോൾ ഞാൻ വിചാരിക്കും നോക്കാൻ വേണ്ടി എടുക്കുന്നതായിരുന്നു. പക്ഷേ അതല്ല സംഭവം. പുള്ളിക്കാരി 1-2 ഒക്കെ എടുത്ത് ഇങ്ങനെ ബാഗിൽ നിറയ്ക്കുന്നുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഗാന്ധി ഇന്ന് തീരല്ലോ എന്ന്. അന്നപ്പോൾ ഞാൻ ഒന്നെടുത്തോ, ഏതെടുക്കണമെങ്കിൽ മോശമല്ലേ ഒന്നെടുക്കേണ്ടെന്ന് പറയുന്നത്, വിഷമാവൂലെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നെടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ വൈക്കി ബാസ്ക്കറ്റ് ഇങ്ങനെ നിറയുന്നുണ്ട്. അന്നപ്പോൾ എൻ്റെ മനസ്സൊന്നും അറിയുന്നുണ്ട് ഗൈസ്. പിന്നെ നോക്കും ബ്രോക്കോളി 2-3 ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മഷ്റൂം 2 സൈസ് കണ്ടത് ഏതാ വേണ്ടത്. ഞാൻ പറഞ്ഞാൽ കുറേ നല്ല മുന്തിയ ക്വാളിറ്റി നീല ബോക്സ് തന്നെ ആയിക്കോട്ടെ, അതും എടുത്ത് ബോക്സിലിട്ട്. അങ്ങനെ പോയി ലാസ്റ്റ് ഉമ്മ വിളിച്ച് മീൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണേ. അങ്ങനെ ഞങ്ങൾ മെയിൻ്റെ സ്ഥലത്തൊക്കെ പോയി നോക്കി. അങ്ങനെ എന്താ കുറച്ച് വാങ്ങി, മത്തി കുറച്ച് വാങ്ങി. പിന്നെ അവസാനം നെറ്റ്സ് വാങ്ങാൻ ആഗ്രഹം വന്നിട്ട് നെറ്റ്സ് വാങ്ങാൻ വേണ്ടി പോയി. കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങി. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പോയി. ബായ്.